ചെയ്തിട്ട് നമ്മൾ കടന്നുപോയാൽ ദൈവം നമ്മളെ മാനിക്കുവാൻ, അവിടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും. ഈ പ്രത്യാശ എന്താണ്? നിത്യജീവനാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയുടെ പടികളിലൂടെ നടന്നേ മതിയാകുകയുള്ളൂ. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ സഹിഷ്ണുതയിലേക്കോ, സിദ്ധത എന്ന് പറഞ്ഞാൽ പൂർണ്ണത എന്നാണ്, ആ പൂർണ്ണതയാകുന്ന അനുഭവത്തിലേക്ക് നാം എത്തപ്പെടണമെങ്കിൽ ചില കഷ്ടതയിലൂടെ നാം കടന്നു പോയേ മതിയാകുകയുള്ളൂ. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഒരു സമർപ്പണമുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വചനഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കപ്പെട്ട കർത്താവിൻ്റെ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായും നന്മയായും ഭവിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ക്രിയ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയുടേത്, അങ്ങയുടെ വചനം കർത്താവെ ഹൃദയമായി സംസാരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. प्रिय और आंटी എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഇവിടെ हिंदी मात्र जानने वाला कुछ लोग हैं, इसीलिए वो वचन थोड़ा हिंदी में बताना चाहती है. वो इब्रानियों का पत्री 11 अध्याय उसका 6 वाक्य अभी इधर पढ़े हैं आप लोग. मेरे साथ भी कुछ हिंदी जानने वाला लोग थे, वो लोग भी बोला मलयालम का प्रेयर है फिर भी बहुत अच्छा लगा, बहुत आत्मा का उपस्थिति इधर महसूस हुआ है करके वो बोली है. इसलिए हम भी खुश है, जो भी है पूरा हिंदी में बोलना भी दिक्कत है, लेकिन परमेश्वर ने इतना तक हम लोग को सहायता कर रहा है. एक आत्मा का हालेलुया सामर्थ्य इधर हम लोग को भी पाके जा पा रहा है. हिंदी से जो नॉर्थ इंडिया से आया है सब लोग इधर बहुत फ्रीडम से बहुत आज़ादी से आराधना कर रहा है. मेरे को भी मालूम है, मैं भी बहुत खुशी से इधर आराधना करती है, क्योंकि उधर हम लोग को इधर इतना खुला हालेलुया माइक लगा के आराधना करना में दिक्कत है, लेकिन अभी इधर हम लोग बहुत खुशी के साथ परमेश्वर को महिमा कर रहा हूँ. हालेलुया इसमें परमेश्वर आप लोग को भी आशीष करेंगे. जो वचन बता रहा है परमेश्वर आपका हालेलुया जो जगह पर आप है, आपका हालेलुया जगह पर आप लोग को भी इस्तेमाल करेंगे, उसके लिए हम लोग प्रार्थना करेंगे. हालेलुया वो जो വായിച്ച വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുവാനിടയായി തീർന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും വിശ്വാസം ഇല്ലാത്തവരുണ്ടോ? ദൈവം ഇല്ലാത്ത എന്ന് വിശ്വസിക്കുന്നവന് ഒരു വിശ്വാസമുണ്ട്, വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്ക വിശ്വാസം നമ്മളിൽ ഉണ്ടാകുക എന്നാണ് ഈ ലേഖന കർത്താവിലൂടെ കർത്താവ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഈ എബ്രായ ലേഖനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് തരുവാനിടയായതിൻ്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. എബ്രായ ലേഖനം എഴുതുവാനുണ്ടായ കാരണം യഹൂദന്മാരിൽ നിന്നും, അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെട്ട് ദൈവത്തോട് ഏറ്റവും പറ്റി നിന്ന ജനം യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ കഴിയാതെ, ഒരു രക്ഷകനായ യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവിക ദർശനം പ്രാപിച്ച, ദൈവിക കാഴ്ചപ്പാട് പ്രാപിച്ച ദൈവദാസനിലൂടെ ദൈവവചനം ക്രിയ ചെയ്ത് അവർ യേശുവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ അല്പസമയം പീഡനങ്ങളും പ്രതികൂലങ്ങളും ശരിയായ നടത്തിപ്പും അവരുടെ ജീവിതത്തിൽ ലഭിക്കാതെ വന്നപ്പോൾ അവർക്കൊരു മന്ദത സംഭവിക്കുവാനിടയായി തീർന്നു. അവർ പിന്നെയും പുറകിലേക്ക് തിരിയുവാനിടയായി തീർന്നു. അവർ ചിന്തിച്ചു, അവിടെ ആയിരുന്നെങ്കിൽ ചിലതിനെ കണ്ട് ആരാധിക്കാമായിരുന്നു, ചില പെരുന്നാളുകൾ ഉണ്ടായിരുന്നു, ചില നേർച്ച കാഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയോ അതൊന്നും
കാര്യമില്ല. ഇതിലും ഭേദം അവിടെ മോശയും പ്രവാചകന്മാരും ദൂതന്മാരും അബ്രഹാമും എല്ലാം ഉണ്ട്. ഇവിടെയോ യേശു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെല്ലാം വളരെ ഒരു തണുത്ത അനുഭവത്തിലേക്ക് കടന്നുപോയി. അവരൊക്കെയും ആ മന്ദിരത്തിലേക്കും യാഗത്തിലേക്കും പുരോഹിതന്മാരിലേക്കും ഒക്കെ കടന്നു പോകുവാൻ, അവരുടെ ശ്രദ്ധ അതിലേക്കൊക്കെ കടന്നു പോകുവാൻ തുടങ്ങിയ ഒരു സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് വളരെ ശക്തമായി അറിയിച്ച ഒരു ദൈവ ആലോചനയാണ് ഈ എബ്രായ ലേഖനം. ആ ഒരു അറിവോടുകൂടെ നാം ഈ എബ്രായ ലേഖനം വായിച്ചാൽ മാത്രമേ ഇതിലെ പല ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ഭാഗത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഏത് വിശ്വാസമാണ്? ഹല്ലേലൂയ. ചരിത്രപരമായ വിശ്വാസമുണ്ട്, അറിവിൻ്റെ വിശ്വാസമുണ്ട്, പിന്നെ പരിചയത്തിലൂടെയുള്ള വിശ്വാസമുണ്ട്, ഹല്ലേലൂയ, ജീവനുള്ള വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇതെല്ലാം വിശ്വാസമാണ്. പക്ഷേ ബാക്കിയെല്ലാം പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ജീവനുള്ള വിശ്വാസത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിൽ സകലതും വെടിഞ്ഞ് നമുക്ക് വേണ്ടി വന്നു എന്നും, യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു ഉയർത്തു എന്നും, നമുക്ക് വേണ്ടി ഒരു നിത്യജീവൻ കരുതുന്നു എന്നും വിശ്വസിക്കുന്നതാണ് ജീവനുള്ള വിശ്വാസം. ജീവനുള്ള വിശ്വാസത്തിന് മാത്രമേ ഒരു ഫലമുള്ളൂ. ആ വിശ്വാസം കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുകയുള്ളൂ. അല്ലെ, ആ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇത്രത്തോളം വേദന സഹിച്ച് എബ്രായ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 2-ന്റെ-9 വാക്യം ആ ഒരു ഖണ്ഡികയിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി എന്ന് ആ വാക്യത്തിൽ എഴുതിയേക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കും? ഇതിൻ്റെ പശ്ചാത്തലം അറിയാതെ വായിച്ച നാം എന്ത് ചിന്തിക്കും? ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനാണോ യേശു എന്ന് ചിന്തിക്കാം. അല്ലെ, എന്നോട് യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പം ചോദിച്ച കാര്യമാണ്. അപ്പം ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നതാണോ യേശുവിന്? യേശു ദൂതന്മാരെക്കാൾ ചെറുതാണോ? എന്താ അങ്ങനെ പറയാനുണ്ടായ കാര്യം? ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, കർത്താവ് ആ വചനം അങ്ങനെയാണെന്നല്ല അത് പറഞ്ഞിരുന്ന. ഖണ്ഡിക വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയും, ഒരുവൻ ഒരിടത്ത് പറഞ്ഞു എന്നേ എഴുതിയിട്ടുള്ളൂ. ആ ദൈവം പറഞ്ഞെന്നല്ല ആ വാക്യം എഴുതിയിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ മുമ്പിൽ യേശു കർത്താവിന് താഴ്ച സംഭവിച്ചു. കാരണം ദൂതന്മാർ മരിച്ചിട്ടില്ല, അവർക്ക് മരണം ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ യേശു മരണം സംഭവിച്ചവനായി നമുക്ക് വേണ്ടി ജീവൻ തരുവാനിടയായി തീർന്നു. എന്നാൽ തുടർന്ന വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്: ദൂതന്മാരെക്കാൾ അല്പം താഴ്ച മനുഷ്യർക്ക് തോന്നത്തക്കവണ്ണം ആ മരണത്തെ വഹിച്ചുവെങ്കിലും ഏറ്റവും തേജസ്സും മാനവും ധരിച്ചവനായി എൻ്റെ യേശു ഇന്നും മഹിമയിൽ വസിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലോ മനുഷ്യരുടെ മുമ്പിൽ ഇത് താഴ്ചയെന്ന് തോന്നിയേക്കാം, താഴ്ന്ന പ്രവൃത്തി എന്ന് തോന്നിയേക്കാം, ഇതൊരു വിലയില്ലല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ എൻ്റെ യേശുവിന്റെ മനോഭാവത്തോടുകൂടെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ, താഴ്മയുള്ള പ്രവൃത്തിയെ ചെയ്യുവാൻ തയ്യാറായാൽ, ഏറ്റവും തേജസ്സും മഹിമയും മാനവുമുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഉപയോഗിക്കും. മറിച്ച് നാം നമ്മെ തന്നെ ഉയർത്തുവാൻ തയ്യാറായാൽ അവൻ താഴ്ത്തപ്പെടും. ഇത് ഞാൻ പറഞ്ഞതല്ല, മറ്റൊരുവൻ ഒരിടത്ത് പറഞ്ഞതല്ല, എൻ്റെ യേശു കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം ഉണ്ടായാൽ എൻ്റെ കർത്താവ് നമ്മളിലൂടെ മഹത്വപ്പെടുകയും നമ്മളെ കർത്താവ് ഉയർത്തുകയും ചെയ്യുവാനിടയായി തീരും. മനുഷ്യർ ചിന്തിക്കുന്നതല്ല നമ്മുടെ പ്രമാണം, മനുഷ്യർ ചിന്തിക്കുന്ന നമ്മുടെ വിഷയമല്ല. നാം തന്നെ ആയിരിക്കുമ്പോഴും, അല്ലെ നാം കൂട്ടത്തിലായിരിക്കുമ്പോഴും, നാം കുടുംബത്തിലായിരിക്കുമ്പോഴും, നാം സഭയിലായിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് നമ്മളെ കാണുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ കാണുന്നു. ഹല്ലേലൂയ. ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ഏറ്റവും താഴ്ന്ന പണി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യാൻ നാം തയ്യാറായാൽ കർത്താവ് നമ്മളിൽ പ്രസാദിക്കും. അതേത് കാര്യവുമായിക്കൊള്ളട്ടെ,
ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു ഉത്തേജനത്തിന് വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് വിശ്വാസി വന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെന്നും ഉപവാസ പ്രാർത്ഥനയാണ്. ഏത് വെക്കേഷൻ ആയാലും വീട്ടിൽ ഉപവാസ പ്രാർത്ഥന, കാരണം അത്ര തീഷ്ണതയാണ്. അപ്പോൾ പാസ്റ്റർമാർ വരും. ഈ പാസ്റ്റർമാരുടെ എല്ലാം തുണി ഞാൻ അലക്കി തേച്ച് കൊടുക്കുമായിരുന്നു. അപ്പം ആ പാസ്റ്റർമാരെല്ലാം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോകും. മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയും. അന്ന് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല കേട്ടോ. വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും അത് ചെയ്തു. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, എന്നെ മാനിച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ വിശ്വാസത്തിൽ വന്നതിൻ്റെ തീഷ്ണത കാരണം, പ്രിയ സൂസനാൻ്റെ ഇപ്രകാരം പറഞ്ഞല്ലോ, നമ്മൾ ഒരു മെഡിസിൻ നല്ലതാണെന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൂടി വെച്ചുകൊണ്ടിരിക്കും? ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ സുവിശേഷം പറയണം എന്നുള്ള വലിയ ദാഹമാണ്. അവിടെ സഭയിൽ നിന്നൊക്കെ അങ്ങ് പുറത്താക്കിയേക്കും, ആരും വീട്ടിൽ കയറ്റിയേക്കില്ലെന്നാണ് പറഞ്ഞു. എന്നാലും അടങ്ങിയിരിക്കാൻ വയ്യ. ആ സമയത്ത് വെയിൽ കൊണ്ടും മഴയത്തും എല്ലാം ഇങ്ങനെ സുവിശേഷം പറയാൻ പോകുമായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വീടിൻ്റെ കഥമൊക്കെ അങ്ങ് കൊട്ടി അടയ്ക്കും. നിങ്ങളെ ഇവിടെ കയറ്റാൻ പറ്റില്ല. അത്രയും നാളും വളരെ സ്നേഹത്തോടെ ഇടപെട്ടിരുന്നവരാണ്. പക്ഷേ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മളെ കൊട്ടി അടച്ച് കാർക്കിച്ച് തുപ്പി മാറ്റിയ സാഹചര്യത്തിൽ കർത്താവ് എന്നെ ബലപ്പെടുത്തി. കാരണം അങ്ങനെയുള്ള പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നമ്മൾ കർത്താവിന് വേണ്ടി സഹിച്ചാലേ സ്വർഗത്തിൽ പ്രതിഫലമുള്ളൂ. അല്ല, അവിടെ നമ്മുടെ കിരീടത്തിൽ ചില മുത്തുകൾ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. എന്നെ ധൈര്യപ്പെടുത്തിയത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 5:11 വായിക്കേണ്ട, വായിച്ചു പോകാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ നാം നിന്ന് സഹിച്ചാൽ, അല്ലാതെ നമ്മൾ കുറ്റം ചെയ്തേച്ച് നമ്മൾ നിന്ന് സഹിച്ചാൽ ഒരു ഗുണം അവിടെ ഉണ്ടാകത്തില്ല. ഇവിടെയില്ല, അവിടെയില്ല. പക്ഷേ നാം സത്യമായി നിന്നിട്ട്, എൻ്റെ കർത്താവിന് വേണ്ടി നിന്നിട്ട് നാം എന്തേലും ഹല്ലേലൂയ തിക്താനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ, നിന്ദിക്കപ്പെട്ടാൽ ഓർത്തോളുക, സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കും. ഹല്ലേലൂയ. ഈ നിന്ദിച്ചവരുടെ എല്ലാം നടുവിൽ കർത്താവ് നമ്മളെ ഉയർത്തും. ഇവിടെ കഷ്ടതയുണ്ടേലും അത് അല്പകാലത്തേക്കാ, അത് നമ്മൾ ഇട്ടേച്ചു പോകും. അല്ലെങ്കിൽ സന്തോഷമുണ്ടേലും അത് നമ്മൾ ഇട്ടേച്ചു പോകും. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടേലും, രോഗമായാലും കൊള്ളാം, അത് ഇട്ടേച്ചു പോകും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും, എന്ത് സമാധാനം ഉണ്ടെങ്കിലും കൊള്ളാം, സന്തോഷം ഉണ്ടെങ്കിലും കൊള്ളാം, എന്നതായാലും നമ്മൾ ഇട്ടേച്ചു പോകും. എന്നാൽ എൻ്റെ യേശുവിന് പ്രസാദിപ്പിക്കുന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ നിത്യജീവനിൽ എത്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവിന് ഞാൻ ആഗ്രഹിച്ചത് ഇപ്രകാരം സംസാരിക്കണമെന്നാണ്. കാരണം ഇത് എല്ലാ ആളുകളും കേൾക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് അനേക യൗവനക്കാരിൽ കർത്താവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരിലും ഇത് എത്തണം. നമ്മുടെ ദൈവം ആരാണ്? ശരിക്കും ദൈവം ആരാണ്? സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഇതെല്ലാം നമ്മളെല്ലാം പ്രസംഗിച്ചങ്ങ് വിടുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ കൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വീട്ടിലൊരു അപ്പച്ചൻ വളരെ ദൂരയാത്ര ചെയ്ത് 1 മാസത്തിന് ശേഷം വീട്ടിൽ വന്നു. 4 കൊച്ചുമക്കളുണ്ടായിരുന്നു. ഈ 4 കൊച്ചുമക്കൾ ഓടി വന്നു. കാരണം സാധാരണ ഈ അപ്പച്ചൻ വരുമ്പം ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അന്ന് ഓടി ഈ 4 കുഞ്ഞുങ്ങളും ഈ പിതാവിൻ്റെ അടുത്ത് വന്നു. പിതാവ് അന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സഞ്ചിക്കകത്ത് മൊത്തം നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റുകളാണ്. പക്ഷേ ഇതിൽ ജയിക്കുന്നവനെ ഞാനത് കൊടുക്കുകയുള്ളൂ. എന്താണ് ടാസ്ക്? ഒരു ബിസ്ക്കറ്റ് കവർ അങ്ങ് പൊട്ടിച്ചേച്ച് 4 പേർക്ക് ഓരോ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരും കാണാത്ത സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് വരുന്നവർക്ക്, ആദ്യം വരുന്നവർക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാരണം അവരെന്നും ഒളിച്ചുകളി കളിക്കുന്നവരാ. അവർക്ക് സകല സ്ഥലവും അറിയാം, എവിടെ ആരും കാണാതെ നിന്ന് കഴിക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് നല്ല അറിവുണ്ട്. അവർ 4 പേരും ഓടി ചെന്ന് ഒരുത്തൻ ഓടി തിരിച്ചു വന്നു. അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ എവിടെയാ, വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് കഴിച്ചേച്ച് വന്നു. കാരണം ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ കഴിച്ചു. ഞാൻ അവിടെ ചെന്ന് നോക്കി, ആരും വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ നോക്കി, ഒരു മീൻ പോലും ഇല്ലായിരുന്നു. ആരും എന്നെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് കഴിച്ചിട്ട് വന്നു. അവനങ്ങ് മാറി നിന്നു. അടുത്തയാൾ വന്നു. ശരീരം കണ്ടപ്പോഴേ മനസ്സിലായി തലയെ മൊത്തം കച്ചിയെല്ലാം ഉണ്ട്. കച്ചി തുറുവിൻ്റെ അകത്ത് കയറിയിട്ട് ആരും കാണാതെ അവനും കഴിച്ചിട്ട് വന്നു. 3ാമത്തിനും ഓടി വന്നു. ഞാൻ പുറത്തേ ഉള്ള ആ ഇരുട്ടുമുറി ചെന്ന് കഴിച്ചു. അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു, ജനലെല്ലാം അടച്ചായിരുന്നു, അതിനകത്ത് ആരുമില്ലായിരുന്നു. ആരും കാണാതെ ഞാനും കഴിച്ചു എന്ന് പറഞ്ഞ് അവനും. 4ാമത്തവൻ വളരെ വിഷമത്തോടുകൂടി ഓടി പതുക്കെ ഉദാസീനനായി വന്നു. കാരണം എനിക്കിത് കഴിക്കാൻ പറ്റിയില്ല, അവർ കഴിച്ച് കാണും എന്ന് വിചാരിച്ചു വന്നു.
അവനോട് ചോദിച്ചപ്പോൾ നിനക്ക് എന്ത് പറ്റി മോനെ? ഞാൻ കഴിക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ ഇപ്രകാരം പറഞ്ഞു, അല്ലെ, നമ്മൾ ഈ ഭൂമിയിൽ എവിടെ ചെന്ന് നിന്നാലും നമ്മളെ കാണുന്ന 2 കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. 2 കണ്ണുകൾ കാണാത്ത ഒരിടവുമില്ല. അത് വെള്ളത്തിനടിയിൽ ചെന്നാലും ഇരുട്ടുമുറി ചെന്നാലും കച്ചിത്തുറുവിനകത്ത് ചെന്നാലും നമ്മളെ കാണുന്ന 2 കണ്ണുകളുണ്ട്. ആ കണ്ണുകളെ ഒഴിവാക്കി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. കാരണം അല്ലെങ്കിൽ നമ്മുടെ ദൈവം കാണാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം കാണാതെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അല്ല എങ്കിൽ നിർജീവ വിശ്വാസമായി പോകും. കാരണം നമുക്ക് മനുഷ്യർ കാണാതെ പല കാര്യങ്ങളും ചെയ്തു എന്ന് നാം ചിന്തിക്കുന്നവരാ. ആരും എന്നെ കണ്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാ. നമ്മുടെ ഹൃദയത്തിൽ കൂടെ പല ചിന്തകൾ കടന്നു പോകാം. അസൂയ, പിണക്കം, ഈർഷ്യ, ഇതെല്ലാം മനുഷ്യരാരും കാണുന്നൊന്നുമില്ല, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. ആരും പറയാൻ പറ്റത്തില്ല എനിക്കിതുണ്ടാകുന്നില്ല എന്ന്. എല്ലാ മനുഷ്യർക്കും ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിൽ 2 കാര്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. അല്ലെ, 1 നമ്മുടെ ശാരീരിക രക്തം, 2 യേശു കർത്താവിൻ്റെ രക്തം. ഹല്ലേലൂയ. നമ്മൾ മനഃപൂർവ്വമായി വിളിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മോട് കൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും തുറന്നാലേ യേശു അതിനകത്ത് കയറി അത്താഴം നമ്മോട് കൂടെ കഴിക്കുകയുള്ളൂ. എന്നാൽ നിർബന്ധമായി കയറുന്ന പിശാച് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് നോക്കി അവൻ അതിലൂടെ കയറാൻ നോക്കുന്നത് കൊണ്ട് പിശാചിന്റെ സ്വഭാവങ്ങൾ കൂടുതൽ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നാം പോലും അറിയാതെ ഇപ്രകാരമുള്ള പന്ന സ്വഭാവങ്ങൾ, പന്ന ചിന്തകൾ, പിശാചിന്റെ ഹല്ലേലൂയ ഇച്ഛകളൊക്കെയും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഹല്ലേലൂയ. നമുക്കതിലൊരു സുഖം തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ആ സുഖത്തിൽ നാം മുന്നോട്ട് പോകാതെ അതിനെ ശാസിച്ച് അല്പം വേദനയെങ്കിലും അതിനെ ഒഴിച്ചു മാറ്റി നിർത്തി എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, കർത്താവിൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുവാനിടയായിത്തീരും. അങ്ങനെ ജീവിക്കാൻ കഴിയാതെ നാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നിർജീവമായി പോകും. നമ്മുടെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരാണ്? അല്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ പറയാൻ കാര്യം, ദൈവം സകലയിടത്തും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മളിലുള്ള ബലഹീനതയെല്ലാം എൻ്റെ ദൈവത്തിന് അറിയുകയും ചെയ്യാം. നമ്മളിലുള്ള ബലഹീനതകളും നമ്മളിലുള്ള നമ്മളെ പ്രയാസപ്പെടുത്തുന്ന പൈശാചിക ശക്തിയെക്കുറിച്ചും എല്ലാം ദൈവത്തിന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് ജയിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്താണ് അതിനു വേണ്ടി പ്രയത്നിച്ചത്? വന്ന സാഹചര്യത്തിൽ അങ്ങ് ഇരുന്നു കൊടുക്കുകയാണോ ചെയ്തത്? അതോ അതിനെ എതിർത്ത് ജീവിക്കുവാൻ തയ്യാറാകുകയാണോ ചെയ്തത്? അതാ ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നത്. സർവജ്ഞാനിയായൊരു ദൈവം, വ്യാപിയായ ദൈവം, സകലത്തെയും കാണുന്ന കർത്താവ്, ആ കണ്ണുകളെ വിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിൽ അപ്പൻ എന്ന പോലെ ആ കരുണ നമ്മളോട് കാണിക്കും. പിശാച് പലപ്പോഴും പറയും, നീ അത് ചെയ്തതല്ലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ എന്താ യോഗ്യത, നിനക്ക് പ്രസംഗിക്കാൻ എന്താ യോഗ്യത എന്നൊക്കെ ചോദിച്ച് പിശാച് നമ്മളെ പിന്നെയും പിന്നെയും പുറകോട്ട് വലിച്ച് പിശാചിൻ്റെ അണ്ടറിലേക്കാക്കാൻ ശ്രമിക്കും. എന്നാൽ ദൈവമക്കളെ, നാം ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവത്തോടൊന്ന് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ തയ്യാറായാൽ, ആ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും ദൈവം നമ്മളെ അംഗീകരിക്കുകയും ചെയ്യും എന്ന കാര്യം മറന്നു പോകരുത്. എന്നാൽ വേറൊരു കാര്യം കൂടെ ഞാൻ ഇപ്രകാരം പറയട്ടെ. നാം പാപത്തിൽ നിൽക്കെ ഒരു മനുഷ്യനും അറിയുന്നില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് വെച്ച് തുടർന്ന് നാം കർത്തൃമേശയിൽ പങ്കാളിയായി തീർന്നുകൊണ്ട് വീണ്ടും ആ പാപത്തിൽ തുടർന്നാൽ ദൈവത്തിന്റെ ആത്മാവല്ല നമ്മളിൽ പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവസഭ തിരിച്ചറിയേണ്ട കാലത്തിലാണ്. കാരണം അത് പിശാച് പ്രവേശിക്കുകയും കർത്തൃമേശയിലൂടെ ഒരു ദൈവവൈതലിൽ ദൈവാത്മാവ് പ്രബലപ്പെടേണ്ട ഇടത്ത്, അല്ലെ, പാപത്തിൽ നിന്നുകൊണ്ടും പാപ സ്വഭാവത്തിൽ നിന്നുകൊണ്ടും നാം കർത്തൃമേശ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ പിശാച് നമ്മളിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര വലിയ ആരാധന നടന്നാലും അവിടെ ഒരു ഭൂതവും ഇളകാൻ പോകത്തില്ല. എന്നാൽ ഭൂതത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഒരു കാലമാണ്. അവൻ അങ്ങനെ ആയതുകൊണ്ട്, അവൾ അങ്ങനെ ആയതുകൊണ്ട് പറയാനുള്ള ഒരു
ഒരു സമയമല്ല നമുക്കിത്. കാരണം അഴുക്കുള്ളവൻ അഴുക്കാടിക്കൊണ്ടിരിക്കും, അല്ല നന്മ ചെയ്തവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രത്യാശ കഷ്ടതയല്ല നമ്മുടെ വിഷയം, അല്ല നമ്മുടെ വിഷയം പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ നമ്മളിൽ ഉണ്ടായാൽ, യഥാർത്ഥ ജീവനുള്ള വിശ്വാസം നമ്മളിൽ നിന്ന് കെട്ടുപോകാതെ നാം നിലനിന്നാൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാം. സ്വർഗരാജ്യത്തിൽ യഥാർത്ഥമായി സത്യസന്ധമായി നാം പ്രവേശിക്കുവാൻ, സത്യസന്ധമല്ല നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ബോധ്യത നമ്മുടെ സകല നടപ്പിലും നമുക്കുണ്ടാകണം. എല്ലാവരും നമ്മൾ ഒത്തിരി നല്ല മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരാണ്. ഒത്തിരി എനിക്ക് നല്ലതായിട്ട് അറിയാം. കർത്താവിന് വേണ്ടി വളരെയധികം കഷ്ടം അനുഭവിക്കുകയും പ്രയാസപ്പെടുകയും അല്ലെ നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുവാനിടയായിത്തീരുന്നത്. നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നാം തിരിച്ചു വേദനിപ്പിക്കാതിരിക്കുക. അത് മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്താൽ സാധ്യമാണ്. ഹല്ലേലൂയ. നമ്മെ വേദനിപ്പിക്കുന്നിടത്ത് നാം തിരിച്ചു വേദനിപ്പിക്കാതെയും നമ്മോട് എതിർ വർത്തമാനം പറയുന്നിടത്ത് എതിർ പറയാതെയും ഇരിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ ദൈവം നമ്മളെ ഉയർത്തും. കാരണം ആ താഴ്ചയെ അനുഭവിച്ച്, ആ വേദനയെ അനുഭവിച്ച് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് ജീവൻ തന്ന് സകലത്തെയും ജയിച്ച യേശു കർത്താവിനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിലെ ഉയർച്ചയല്ല, ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല നമ്മുടെ പ്രത്യാശ. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം തികച്ച് ഇവിടെ നിന്ന് എൻ്റെ യേശുവിന് വേണ്ടി കടന്നു പോകുക. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ യേശു ഒരുക്കിയ നിത്യത നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മളൊക്കെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോയാൽ കൊള്ളാമെന്ന്. എന്നാൽ പെട്ടെന്ന് അങ്ങ് പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും അമേരിക്കയ്ക്ക് ഒരു വിസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ വർഷമൊന്നും പോകുന്നില്ല, 2-3 വർഷം കൂടെ കഴിഞ്ഞിട്ട് പോകാം. ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. കാരണം അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ലേ പോലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സിറ്റിസൺഷിപ്പ് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഭൂമിയായാലും കൊള്ളാം, എന്നായാലും കൊള്ളാം, എല്ലാം കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോകാമെന്ന് ചിന്തിക്കും സ്വാഭാവികമായിട്ടും. അത് മനുഷ്യൻ്റെ ആ അറിവ് കാരണമാണ്, ആ ഒരു ചിന്ത, ആ ഒരു അകത്തെ ആശ കാരണമാണ്. ഇതിലും എന്തോ ഒരു സുഖമെന്നറിയ സ്വർഗത്തിൽ ഇങ്ങനെ വിയർപ്പൊന്നുമില്ല. സ്വർഗത്തിൽ നമ്മൾ തുണി മാറി മാറി അലക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് വളരെ വിശപ്പില്ല ദാഹമില്ലെന്ന് പറഞ്ഞാൽ വിശക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല, ദാഹിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. പാലും തേനും ഒഴുകുന്ന ദേശത്ത് നമുക്ക് വിശപ്പോ ദാരിദ്ര്യമോ ഒരു ബുദ്ധിമുട്ടോ നമ്മൾ അനുഭവിക്കേണ്ടാത്ത ഒരു ദേശത്തേക്ക് വേണ്ടിയിട്ടാണ് നാം ഈ ഭൂമിയിൽ കഷ്ടത സഹിക്കുന്നെങ്കിൽ, താഴ്ച അനുഭവിക്കുന്നെങ്കിൽ അതെന്റെ പ്രത്യാശ ആ സ്വർഗത്തിലെത്തുവാനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം അല്പമൊന്ന് താഴ്ച സംഭവിച്ചവരായി തോന്നിയാലും ഭാരപ്പെടേണ്ടതില്ല. കാരണം ഒരു മനുഷ്യനും കാണാതെ നമ്മെ കാണുന്ന കർത്താവിന്റെ കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും അവിടെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. കാരണം നമ്മെ ഉയർത്തുവാൻ കഴിവുള്ളവന്റെ മക്കളായി നാം തീർന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ബൈബിൾ വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞോളാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എൻ്റെ യേശുവിനെ ഹൃദ്യമായി വിശ്വസിക്കുകയും ദൈവം ആരാണെന്നുള്ള അറിവോടുകൂടെ യേശുവിൻ്റെ മക്കളായി തീരുകയും ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിത്യതയുടെ പ്രത്യാശ നമ്മളെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മരിക്കേണ്ടി വന്നാൽ ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ നിത്യതയിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് പ്രാപിച്ച പൗലോസ് ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ദൈവ പൈതലാണെന്നുള്ള ബോധ്യവും പ്രാപിച്ച പൗലോസ് ഇപ്രകാരം പറയുകയാണ്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഹല്ലേലൂയ. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കിയ, തന്റെ ഉത്തരവാദിത്തത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. പിന്നെയും പറയുകയാ, ഞാൻ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക്
അയ്യോ കഷ്ടം, അത് മനഃപൂർവമായി ചെയ്താൽ പ്രതിഫലമുണ്ട്. അവസരം കിട്ടുവാണേ പറയാം എന്ന് പറഞ്ഞിരിക്കാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ദൈവസഭയോട് നമുക്ക് പ്രസംഗിക്കാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ലോകത്തിൽ എല്ലാവരെയും നന്നാക്കിയിട്ട് മുമ്പോട്ട് പോകാനും പറ്റിയില്ല. എന്നാൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സുവിശേഷമുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുവാൻ ശ്രമിക്കുക. നമ്മളോട് ഒരാൾ വഴക്കിടാൻ മനഃപൂർവ്വമായിട്ട് ഈ പിശാച്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കൊരു അനുഗ്രഹം വരാനുണ്ട്, ആരെങ്കിലും ഒന്ന് ചൊറിയാൻ ഇങ്ങനെ വരും. അപ്പം നമുക്ക് എന്താവുമെന്നറിയോ, നമ്മുടെ ഹൃദയത്തിലും അങ്ങോട്ട് വല്ലാത്ത ദേഷ്യം വരും. ഇത് രണ്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. പക്ഷെ പിശാച് ചിരിക്കുക അവിടെ മാറിയുന്നത്. നമ്മുടെ സമാധാനവും പോയി, പിശാച് അപ്പുറത്തുനിന്ന് ചിരിക്കുകയും ചെയ്തു. ദൈവിക അനുഗ്രഹത്തിനൊരു തടയം അവനങ്ങ് ഇട്ടു. അല്ലെങ്കിൽ എന്നാ പറഞ്ഞപ്പോൾ നമുക്കൊരു താൽക്കാലിക സന്തോഷവും. അല്ലെങ്കിൽ ഇത് നാം മനസ്സിലാക്കുക, സാത്താൻ്റെ തന്ത്രത്തെ നാം മനസ്സിലാക്കാതെ പോകരുത്. നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണെന്നുള്ള ബോധ്യത നമുക്കുണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളിപ്പോൾ ഇവരോട് പറഞ്ഞതുകൊണ്ട് അവർ നന്നാകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നാം ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ അവരോട്, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബത്തിലും നാം ആയിരിക്കുന്നിടത്തൊക്കെ നാം നമുക്ക് തന്നെ ഒന്ന് നന്നാകാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളിലൂടെ പ്രചരിപ്പിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മളാണ് ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ. അതുമാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തെയാണ് കർത്താവ് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം എന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സകലരെയും രക്ഷിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നിത്യത വരെ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് നമുക്ക് തരുന്നതിനെയാണ് ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ രക്ഷയുടെ സുവിശേഷം അത് നമ്മളാണ്. നമ്മെ കാണുന്ന ഒരു വ്യക്തി യേശുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ, യേശുവിനെ പിൻപറ്റണമെങ്കിൽ നാം ഒരു പത്രമായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ എൻ്റെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. അല്ല, നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം, ഞാനും മനുഷ്യനല്ലേ, എനിക്കും എൻ്റെതായ കാര്യങ്ങളില്ലേ എന്നൊക്കെ തോന്നിയേക്കാം. അതെൻ്റെ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുമോ? എൻ്റെ യേശുവാണ് എന്നിലൂടെ വായിക്കപ്പെടേണ്ടതെന്ന് നാം വിചാരിക്കുമോ? അവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ ഉയർത്തുകയോ നമ്മൾ മാനിക്കപ്പെടുകയോ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും, സുവിശേഷം പരക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ലക്ഷ്യത്തെ മറന്നുപോയാൽ, ഹല്ലേലൂയ, അവസാനം ആ രക്ഷയുടെ പ്രത്യാശ നമ്മളിൽ നിന്ന് ദൂരെയായി പോകും. ഒരിക്കലൊരു 4 സഹോദരന്മാർ ഒരു വലിയ കെട്ടിടത്തിൽ നല്ല ജോലിക്കാരായിരുന്നു, ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, അവർ ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ഈ ഒരു 60 നിലയുള്ള ബിൽഡിങ്ങിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ഹർത്താലായിരുന്നു. അപ്പം ഇവർക്ക് വണ്ടിയൊന്നുമില്ല, വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജോലി ചെയ്തില്ലേ ശമ്പളം പോവും, അതുകൊണ്ട് കുടുംബം നോക്കേണ്ടത്. അപ്പോൾ അവർ 4 പേരുണ്ടല്ലോ, 4 പേരും കൂടെ നമുക്കങ്ങ് നടന്നു പോകാം, നടന്നു പോയി നമുക്ക് ജോലി ചെയ്യാം. ഓക്കെ. അപ്പോൾ അവർ 4 പേരും കൂടെ നടന്ന് ഈ 60 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അറിയുന്ന ലിഫ്റ്റ് വർക്കാവുന്നില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും ദൂരം നടന്നു വന്നതല്ലേ, അല്ലെങ്കിൽ ഇനി ആ ജോലിക്ക് പോയില്ലേ, ഇന്നത്തെ ശമ്പളം, നടപ്പ് എല്ലാം വ്യർത്ഥമായി പോകും. ഒരു കാര്യം ചെയ്ത്, കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ നല്ല പാട്ട് പാടും, ഞാൻ 20 നില വരെ പാട്ട് പാടി സഹായിക്കാം, നമുക്ക് കയറി പോകാം. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, എനിക്ക് ഒത്തിരി കഥകൾ അറിയാം, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു തന്നിട്ട് ഒത്തിരി കഥ അറിയാം, ഞാൻ കഥ പറയാം, അടുത്ത 20 നമുക്ക് പറയാം. എന്നാൽ അടുത്തയാൾ പറഞ്ഞു, ഞാൻ നല്ല തമാശ, എനിക്ക് ഒത്തിരി ഫലിതം പറയാനറിയാം, അതെല്ലാം ഞാനും പറയാം, നമുക്ക് 60ാമത്തെ നിലയും ക്രോസ് ചെയ്യാം. 60ാമത്തെ നില വരെയും ഇവർ പാട്ടും കഥയും ഫലിതവും ഒക്കെ ആയിട്ട് അങ്ങ് ചെന്നു. അവിടെ ചെന്നപ്പോൾ 4ാമത്തെ വ്യക്തി പറയുക, ചാവി എടുക്കാൻ മറന്നുപോയെന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെയാണ്. ഒരുപാട് കഷ്ടങ്ങളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഓരോ കഷ്ടവും എങ്ങനെയാലും ഒക്കെ തള്ളി നീക്കി പോകുക. പക്ഷേ പലപ്പോഴും നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ പ്രത്യാശ ഉണ്ടാകേണ്ട സ്ഥാനത്ത്, സിദ്ധതയിലേക്ക് വളരേണ്ട സ്ഥാനത്ത് നമ്മുടെ നിരാശ നമ്മളെ, അല്ലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും, ഒരാഴ്ചയിലൊന്നല്ല, ഒരു മാസത്തിലൊന്നല്ല, ഓരോ ദിവസവും
ആ ദൈവരാജ്യം നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലെ പാട്ടിലും അല്ലെങ്കിൽ കഥയിലും അല്ലെങ്കിൽ പഴഞ്ചൊല്ലിലും മുഴുകി നമ്മുടെ ദൗത്യത്തെ നാം മറന്നാൽ ഒരുപക്ഷെ നാം കഷ്ടത തരണം ചെയ്തു എന്ന് വന്നേക്കാം. എന്നാൽ ആ പ്രത്യാശ നമ്മളെ നയിക്കുകയില്ല. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്തം നാം മറന്നു പോകാതിരിക്കുക. നമ്മുടെ ഉത്തരവാദിത്തത്തെ നാം മറന്നു പോകാതെ അവസാനത്തോളം എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുക. അല്ലാത്ത പക്ഷം നാം വളരെ നിരാശപ്പെട്ടു എന്ന് വന്നേക്കാം. അല്ലെ, നാം ഉപേക്ഷിച്ചതും ഞാൻ അനുഭവിച്ച കഷ്ടതയ്ക്കും ഒക്കെ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ അവിടെ എത്തിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തതയാ. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റവുമില്ല. ആ പ്രതിഫലമെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവിടെ എത്തിയേ പറ്റുകയുള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കർത്താവ് നമുക്ക് തന്നിരിക്കുക. കാരണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ നടത്തേണ്ടതിന് ഞാൻ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുക. അത് കർത്താവ് തന്നു. ഹല്ലേലൂയ. എന്നാൽ അത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ദൈവം ജബർദസ്തിയായി നിർബന്ധമായി ആരിലും ഇത് പകരാൻ ആഗ്രഹിക്കുന്നില്ല. ആര് കാത്തിരിക്കുമോ, ആര് ഒരുക്കപ്പെടുമോ, അല്ല അവരിലേക്ക് കർത്താവ് ഇത് പകരുവാൻ തയ്യാറാ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ദൈവസഭ ഇത്രത്തോളം വളരുവാൻ, ദൈവമക്കൾ വളരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന മാതാക്കൾ, പിതാക്കൾ ഒരുപാട് കഷ്ടതകൾ സഹിച്ച് വിതച്ചതാ. ഹല്ലേലൂയ. വില കൊടുത്തതാ. അതിന്റെ തലമുറയുടെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. നാം ഒന്ന് ചെയ്യുമ്പോൾ നാം ഇപ്രകാരം ചിന്തിക്കുക, ഇത് എന്റെ തലമുറയും കൊയ്യേണ്ടി വരും. ഹല്ലേലൂയ. അല്ല, ഏത് കാര്യം ചെയ്താലും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്തും ദൈവത്തിന് വേണ്ടിയും ചെയ്യുക. ഹല്ലേലൂയ. അതെന്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമ്മൾ തന്നെ പ്രാപിക്കണം. മാവ് കുഴിച്ചു വെച്ചിട്ട് ചക്ക അന്വേഷിച്ചാൽ കിട്ടുമോ? നമുക്ക് എന്താഗ്രഹമുണ്ടോ അത് നമ്മളങ്ങ് വിതച്ചോളുക. നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമ്മൾ വിതച്ചോളുക. കർത്താവ് നമുക്ക് തരും. നമ്മൾ വിതയ്ക്കാത്തത് നമുക്ക് കൊയ്യുവാൻ കഴിയുകയില്ല. നല്ലത് വിതച്ചാൽ, ചില കഷ്ടതകൾ നാം സഹിച്ചാൽ, ചിലയിടത്ത് നാം സഹിച്ചാൽ അതിൻ്റെ ഫലം നമുക്കും നമ്മുടെ തലമുറയ്ക്കുമാണ്. നമ്മൾ എത്ര സ്വത്തുണ്ടാക്കി വെച്ചാലും ദൈവം അനുവദിക്കാതെ നമ്മുടെ തലമുറയ്ക്കും അത് അനുഭവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അനുഗ്രഹിച്ചാൽ ഒന്നുമില്ലേലും എല്ലാം ഉള്ളവനെ പോലെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കും. അല്ല, അതുകൊണ്ട് അല്ല, നമ്മെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ, നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം എന്നുള്ള ബോധ്യത നമുക്കുണ്ടാകട്ടെ. അല്ലല്ലേ, എൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കട്ടെ. എല്ലാവരോടും ഞാൻ സ്വർഗത്തിലെ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പല തട്ടുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലർ അറിയപ്പെടുന്ന സ്ഥലത്ത്, ചിലർ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ, ആരും കാണാതെ ഒക്കെ കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഹല്ലേലൂയ മദാമ ഒരിക്കൽ വലിയ പ്രാസംഗികയാണ്. ആ പുള്ളിക്കാരി മരിച്ച്, ഹല്ലേലൂയ, മരിച്ചല്ല, അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് ആ സഹോദരിയെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. സ്വർഗത്തിൽ ചെന്നപ്പം അവിടെ ഒരുപാട് നല്ല നല്ല വീടുകൾ ഈ സ്വർഗദൂതൻ കാണിച്ചു. അപ്പം നല്ല നല്ല വീടുകൾ കണ്ടങ്ങ് പോയപ്പം ഒരു അതിമനോഹരമായ ഭവനം, ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ മനോഹരമായി പണിതിരിക്കുന്ന ഭവനം കണ്ടപ്പം ഈ മദാമ ആ ദൂതനോട് ചോദിച്ചു, ദൂതനെ, ഈ വീട് ആരുടെയാ? അപ്പം ദൂതൻ പറഞ്ഞു, ഇത് നിന്റെ വീട്ടിലെ വേലക്കാരിയുടെയാന്ന്. അപ്പം പുള്ളിക്കാരിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്ന എൻ്റെ പണിക്കാരിക്ക് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കാരണം ആ പുള്ളിക്കാരിക്ക് വരെ ഇത്ര വലിയ വീട്. അപ്പോൾ എൻ്റെ വീട് എന്തോ ആയിരിക്കും? ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച് വളരെ സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് പോയപ്പം ഒരു പണി തീരാത്ത വീട്. അപ്പം വളരെ പുച്ഛത്തോടുകൂടി ഈ മദാമ ആ പുള്ളിക്കാരിയോട് ദൂതനോട് ചോദിച്ചു, ഹേ ദൂതനെ, ഈ വീട് ആരുടെയാ? ഇത് നിൻ്റെയാ, ഇത് നിന്നെ കാണിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നേ. കാരണം നിന്റെ വീടിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. കാരണം നീ അപ്പത്തിന് ഇവക്കങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ പ്രസംഗിച്ചു, ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമായി, ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്നവർക്ക് അത്രയും വലിയ വീടും എനിക്ക് വളരെ പണി തീരാത്ത വീടും. അല്ല, അതങ്ങനെ ശരിയാപ്പോൾ ദൂതൻ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, നീ പോകുമ്പോൾ ആരും കാണാതെ, ആരും ഒരു പ്രതിഫലവും കൊടുക്കാതെ, ആരും ഒരു പുകഴ്ച വാക്ക് പോലും പറയാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രതിഫലത്തെ അറിഞ്ഞ്, അല്ല, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, ഹല്ലേലൂയ, കഥ
ഇല്ലാതെ വണ്ണം ശ്രേഷ്ഠവും മനോഹരവുമായിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, കേട്ട നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ അല്ലെ ജീവിതത്തിൽ യേശുവിൻ്റെ പത്രങ്ങളായി മാറ്റപ്പെടുന്ന ഒരു വലിയ ദൈവിക വിളിയുടെ പങ്കാളികളായി ദൈവമേ ഹല്ലേലൂയ, ദൈവവചനം കേട്ട എല്ലാവരെയും എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന കർത്താവേ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഇൻ പേഴ്സണായി ഓൺലൈനായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗങ്ങൾ മാറിയവരായി, വേദനകൾ മാറിയവരായി, കഷ്ടതയുടെ പിന്നിലുള്ള പ്രതിഫലത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ തന്റെ വീഴ്ചയെ മനസ്സിലാക്കി യഥാർത്ഥമായൊരു മടങ്ങി വരവിലേക്കും എൻ്റെ കർത്താവ് ഒരുക്കുന്ന പ്രതിഫലത്തിൽ അതിൽ പങ്കാളിയായി തീരുവാനുള്ള ഒരുക്കത്തോടെയും ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.